നമസ്കാരം. അങ്ങനെ 2024 കേരളത്തിൽ നിന്ന് ഒരു താമര വിരിഞ്ഞു. ഇത് ഒരു സിനിമാ പരിവേഷത്തോടുകൂടിയ ആളാണത് വിരിയിച്ചത് എന്നുള്ള രീതിയിലും ഒരു പരക്ക വർത്തമാനമുണ്ട്. അതൊരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നില്ല, ഒരു താരപരിവേഷത്തിൽ കിട്ടിയതാണ് എന്നൊക്കെയാണ് ചില വർത്തമാനം. എന്നാൽ 2024 കേരളത്തിൽ ഒരു 4-5 സീറ്റുകളെങ്കിലും പിടിക്കും എന്നുള്ള തരത്തിൽ തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഇത് സംസ്ഥാന ഘടകത്തിൻ്റെ ഒരു പിടിപ്പുകേട് കൊണ്ടാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം ഇക്കുറി നേരിട്ടിറങ്ങിയത്. അങ്ങനെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ സ്വയം പ്രഖ്യാപനം ഒക്കെ നടത്തി. അതുപോലെ തന്നെ കേരളത്തിലെ 6 മണ്ഡലങ്ങളാണ് BJP എ ക്ലാസ് മണ്ഡലമായിട്ട് കണ്ടത്. തിരുവനന്തപുരം എന്ന് പറയുന്നത് പലപ്പോഴും വിജയത്തോട് അടുത്തു നിന്നു. കേരളത്തിൽ തിരുവനന്തപുരമായിരുന്നു BJPയുടെ നോട്ടം. പക്ഷേ വിരിഞ്ഞത് തൃശ്ശൂരിലായി പോയി എന്നേ ഉള്ളൂ. പക്ഷേ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടു എങ്കിലും അതൊരു പരാജയമാണ് എന്ന് പറയാൻ കഴിയത്തില്ല. വെറും 16,000 വോട്ട് മാത്രമാണ് എതിർ സ്ഥാനാർത്ഥിയായ ശശി തരൂരിന് ലഭിച്ചത്. ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 16,000 വോട്ടെന്ന് പറയുന്നത് വളരെ കൂടുതലൊന്നും അല്ല. അപ്പോൾ വിജയത്തോടടുക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. 3 മണ്ഡലങ്ങളാണ്, അവിടുത്തെ തീരദേശ മേഖലകളാണ് രാജീവ് ചന്ദ്രശേഖറിനെ കൈവിട്ടത്. അതായത് കോവളവും പാറശാലയും നെയ്യാറ്റിൻകരയുമാണ്. എന്നാൽ കേരളത്തിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്തെത്തി. അതുപോലെ തന്നെ മറ്റ് നിരവധി മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്ത് എത്തും. അതുകൊണ്ട് BJPയുടെ അടുത്ത നോട്ടം 2026 ഒരു 15-നും 20-നും ഇടയ്ക്ക് സീറ്റുകൾ കേരള നിയമസഭയിൽ പിടിക്കുക എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് 2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിൽ പലയിടങ്ങളിലും പല മുനിസിപ്പാലിറ്റികളും, എന്തിന് തിരുവനന്തപുരം നഗരസഭ പോലും പിടിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷം കൂടിയാണ് BJP. അതുകൊണ്ട് BJP അതിൻ്റെതായ രീതിയിൽ 2026 മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെതായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് അതിനുവേണ്ടി സംസ്ഥാന നേതൃത്വത്തിൽ ചില അഴിച്ചുപണി നടത്താൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടി അതായത് അതിൻ്റെ അമരക്കാരിയായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനെയാണ്. കാരണം ശോഭാ സുരേന്ദ്രനെ പല മണ്ഡലങ്ങളിലും മത്സരിപ്പിച്ചു. പക്ഷേ പോയി നിന്ന് മത്സരിപ്പിച്ച ആ മണ്ഡലങ്ങളെല്ലാം തന്നെ അവിടെ ഇളക്കി മറിച്ച് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയുണ്ടാക്കി. 2016 പാലക്കാട് നിയമസഭയിൽ മത്സരിപ്പിച്ചു. പിന്നീട് അതിനുശേഷം 2019 ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കുകയുണ്ടായി. 2019 മത്സരിക്കുമ്പോൾ 2,48,000 വോട്ടാണ് അവിടെ നേടിയത്. ശക്തമായ ത്രികോണ മത്സരമാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഇക്കുറി 6 എ ക്ലാസ് മണ്ഡലമാണ് BJP കണ്ടിരുന്നത്. പക്ഷേ ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴ ഇറക്കിയതോടുകൂടി അവിടവും എ ക്ലാസ് മണ്ഡലമായി മാറി. അവിടെ ഏതാണ്ട് 2,99,000-ത്തിലധികം വോട്ടുകൾ പിടിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചു. 2019 അവിടെ ഡോക്ടർ KS രാധാകൃഷ്ണന് 1,00,000-ത്തിലധികം വോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സ്ഥാനത്താണ് ഇപ്പോൾ 3 ലക്ഷത്തോളം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത്. ആലപ്പുഴയിൽ മുൻകാലങ്ങളിലെ ഏതാണ്ട് ഒരു 50,000 വോട്ടിനകത്താണ് BJP നേടിയിട്ടുള്ളത്. അവിടെ നിന്നുള്ള ഒരു വളർച്ചയാണ് 2024 എത്തുമ്പോൾ ഏതാണ്ട് 3 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ KC വേണുഗോപാലിന് വലിയ ഭൂരിപക്ഷമൊന്നും ലഭിച്ചിട്ടില്ല. അവിടെ അതിശക്തമായ മത്സരമാണ് ഉണ്ടാക്കിയത്. പലപ്പോഴും മുന്നണികൾ, മറ്റ് 2 മുന്നണികൾക്ക് ഒരു ഭയം തന്നെ ഉണ്ടായിരുന്നു, മണ്ഡലം കൈവിട്ടു പോകും എന്നുള്ള തരത്തിൽ. അതുകൊണ്ട് എല്ലായിടവും ശോഭാ സുരേന്ദ്രൻ ഇളക്കി മറിക്കാൻ കഴിയുന്നുണ്ട്. സ്ത്രീജനങ്ങളെ മുഴുവൻ കൈയെടുക്കുന്നുണ്ട്. മണ്ഡലത്തിൽ തങ്ങിക്കൊണ്ട് തന്നെ ഇനി 2026 നിയമസഭയിലും 2029 ലോക്സഭയിലേക്കും പോരാടുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി സുരേഷ് ഗോപിയെ ഒരു റോൾ മോഡലാക്കൂ എന്നും മറ്റു BJP നേതാക്കളോട് ശോഭ പറയുന്നുണ്ട്. ഈ അവസരത്തിലാണ്
ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരിക. സുരേന്ദ്രന്റെ കാലാവധി തീരുകയാണ്. സുരേന്ദ്രന് രാജ്യസഭാ അംഗത്വം നൽകി കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. വി മുരളീധരനെ സഹമന്ത്രിയായിട്ടിരിക്കുമ്പോൾ തന്നെ ആറ്റിങ്ങൽ മത്സരിച്ച് പരാജയം ഉണ്ടായതുകൊണ്ട് മാറ്റി നിർത്തും. എന്തായാലും ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും കേരളത്തിലെ ബി.ജെ.പി ഘടകത്തെ നയിക്കുന്നത്. അതൊരു വലിയ ചലനമുണ്ടാക്കും, തീപ്പൊരിയായി മാറും. പല മണ്ഡലങ്ങളും ശോഭാ സുരേന്ദ്രൻ കയ്യിലെടുക്കുകയും ഇളക്കി മറിക്കുകയും ചെയ്തു. ഇപ്പോഴും അണികളിൽ ആവേശം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കേന്ദ്ര നേതൃത്വം ഇത്തരത്തിലുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. അതെന്തുകൊണ്ടും ബി.ജെ.പി കേന്ദ്ര നേതൃത്വം കാണുന്നത് 2026 നിയമസഭയിൽ കേരളം ആര് ഭരിക്കണമെന്ന് തീർച്ചപ്പെടുത്താൻ പോകുന്നത് ബി.ജെ.പി ആയിരിക്കണം. അതിനുവേണ്ടി തന്നെയാണ് ശോഭയെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത്.